വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗിന് സഖ്യമില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശിക നീക്കുപോക്കുണ്ടാക്കുമെന്നും 24-ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ലീഗിനെ ആണെങ്കിലും UDF ആണെങ്കിലും ആക്രമിക്കാൻ വേണ്ടി ഇടതുപക്ഷം പ്രത്യേകിച്ച് CPIM പ്രധാനപ്പെട്ട ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബാന്ധവത്തെയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന ആശങ്ക സംസ്ഥാന അധ്യക്ഷനുണ്ടോ? പക്ഷേ ഈ ആരോപണം പറയുന്നവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ആശയമാണ് പ്രധാനമെങ്കിൽ അല്ലെങ്കിൽ നിലപാടുകളാണ് പ്രധാനമെങ്കിൽ മതരാഷ്ട്രവാദികൾ എന്ന ആരോപണം നേരിടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് മുസ്ലിം ലീഗ് പോലൊരു സംഘടനയ്ക്ക് കഴിയുമോ? UDF പറ്റുമോ? ഇതേവരെ അത് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ആ രീതിയിലുള്ള രാഷ്ട്രീയ ബാന്ധവം അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അവരാണ്. നേരത്തെ UDFുമായി മാറി നിന്ന് വിട്ടുനിന്ന ഒരു ഇടതുപക്ഷവുമായിട്ട് നിന്നവരായിരുന്നു. പിന്നീട് അവർ നിലപാട് മാറ്റി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ അവർ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ അവർ UDFുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിൽ വരുമ്പോൾ നമ്മളവിടെ മാറ്റിയെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഖാസിയാകാൻ യോഗ്യതയില്ല എന്ന ഉമർ ഫൈസി മുഖത്തിന്റെ പരോക്ഷ വിമർശനത്തിന് ഇതാദ്യമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറുപടി പറഞ്ഞു. തന്നെ ഖാസിയാക്കിയത് സമുദായ നേതൃത്വമാണെന്നായിരുന്നു അദ്ദേഹം തിരിച്ചടിച്ചത്. ഉമർ ഫൈസി മുഖത്തിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം പരസ്യമായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഇപ്പോൾ ഖാസിയാകാനുള്ള താങ്കളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, താങ്കളുടെ മതപരമായ പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. വേദനിപ്പിച്ചോ താങ്കളെ അത്? ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലയ്ക്കനുസരിച്ച് പറയുന്നതാകും. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതകൾ എത്ര ആളുകളുണ്ട്. ഞാനിത് മനസ്സിലാക്കുന്നത് ഉമർ ഫൈസി മുഖത്തിനുള്ള മറുപടി ആയിട്ടാണ്. ഞാൻ ഒരാൾക്ക് മറുപടി പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് പ്രതികരിക്കാത്തത്. ഞാൻ ഒരാളോട് ഇത് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചത് മാത്രം. ആ പ്രതികരണം ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള എല്ലാവർക്കുള്ള മറുപടിയാണ്. അതൊന്നും സംസ്ഥയുടെ മൊത്തം അഭിപ്രായം. അത് ജിഫ്രി തങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഇങ്ങനെ സംസ്ഥയുടെ പേരും പറഞ്ഞ് ഒരുപാട് പേര് അതൊക്കെ പറയാറുണ്ട്. അതൊന്നും സംസ്ഥയുടെ അഭിപ്രായം അല്ല എന്ന് അദ്ദേഹം തന്നെ തവണ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമർ ഫൈസി ഉദ്ദേശിച്ചു ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ചില സ്ഥാനം കഴിയുമ്പോൾ അത് സംസ്ഥയുടെ അഭിപ്രായം അല്ലാന്ന് ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി KR ഗോപികൃഷ്ണനുമായി സംസാരിക്കുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ നിലവിലെ MLA-മാരിൽ പലരും മാറുമെന്ന സംസ്ഥാന അധ്യക്ഷൻ സൂചന നൽകി. അപ്പൊ നിയമസഭയിൽ ഈ 3 ടേം പാലിക്കുമോ? ഇതുവരെ ആലോചിച്ചിട്ടില്ല. പാലിക്കണം എന്നാണോ ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ അഭിപ്രായം? അതല്ലാതെ തന്നെ നമുക്ക് ആളുകളെ മാറ്റാമല്ലോ. പാലിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അല്ലേ? അല്ലാതെ തന്നെ മാറ്റാൻ പറ്റും. ആളുകളെ പെർഫോമൻസും ജനങ്ങളുള്ള ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥാനാർത്ഥികളെ വെക്കുക. അപ്പോൾ പലർക്കും ചിലപ്പോൾ പോകേണ്ടി വരും. പിന്നെ ചിലർ സ്വയം വിരമിക്കാനും തയ്യാറാകുന്നുണ്ട്. നിലവിലെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെപ്പറ്റി ലീഗിന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ കൂട്ടായ നേതൃത്വമുണ്ട്, അത് ശരി തന്നെയാണ്. അതേ അവസരത്തിൽ ഒന്നുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം എന്ന് ഹൈക്കമാൻഡിനോട് ഞങ്ങൾ പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ അവരെടുക്കുമായിരിക്കും. ഏത് കാര്യത്തിൽ? മുന്നണി ബന്ധം ശക്തിപ്പെടുന്ന കാര്യത്തിൽ, മുന്നണിയുടെ നേതൃത്വം ശക്തിപ്പെടുന്ന കാര്യത്തിലൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.